الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم أليس الله بكاف عبده ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഗൗരവത്തോടെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ അല്ലാഹു അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യൻ സർവരംഗത്തും അവൻ നിർഭയനായി ജീവിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. പ്രതിസന്ധികൾ ഒന്നൊന്നായി മനുഷ്യനെ വലയം ചെയ്തുകൊണ്ടിരിക്കും. ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സമൂഹം എന്ന നിലയിലും ഒരു രാജ്യം എന്ന നിലയിലും ലോകം എന്ന നിലയിലുമൊക്കെ എല്ലായിടത്തും എല്ലാവരും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമാണ് നിർഭയമായ അവസ്ഥ എന്നത്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകൾ പലതാണ്. അതിലിരയാകുന്നത് സാധാരണ മനുഷ്യരുമാണ്. മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതുപോലെ തന്നെ നമ്മെ നയിക്കുന്നവർ, നമ്മൾക്ക് നേതൃത്വം നൽകുന്നവർ, അവരുണ്ടാക്കുന്ന പ്രതിസന്ധികളുണ്ട്. നമ്മുടെ പ്രകൃതിയിൽ തന്നെ പലതായ അവസ്ഥകൾ, കാലാവസ്ഥകളെക്കുറിച്ചും മറ്റുമൊക്കെ അതിലൂടെ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന പല പ്രയാസങ്ങളുമുണ്ട്. ഇങ്ങനെ പല രീതിയിലാണ് മനുഷ്യൻ അസ്വസ്ഥനാവുന്നത്. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും പലതും അത്തരം അവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ ആയി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ
ഒരു നിർഭയാവസ്ഥ ഏത് സന്ദർഭത്തിലും പ്രതീക്ഷിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ന്യായമായ അവകാശമാണ്. അത് ലഭ്യമാവുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യവുമാണ്. ലോകം ഈ വിഷയത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് വിശ്വാസി എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്? ഇതാണ് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നാം ചിന്തിക്കേണ്ടത്. ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാട് നിർഭയമാവുക എന്നത് ആ നാടിനെ കൊണ്ടു നടക്കുന്ന, അതല്ലെങ്കിൽ ആ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ഒരു സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു കുടുംബത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കേണ്ട വസ്തുതകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തേടിയ ഒരു പ്രാർത്ഥന, അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുള്ളൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് അദ്ദേഹം നയിക്കുന്ന ഒരു നാട്ടിലെ ജനതയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു ധൈര്യവും ഒരു ഉറപ്പുമാണ്. അത് പടച്ച തമ്പുരാനിൽ നിന്ന് അദ്ദേഹം അത് വാങ്ങിയെടുക്കുകയാണ്. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, പടച്ചോനെ ഈ നാടിനെ നീ നിർഭയമുള്ള നാടാക്കണേ എന്നത്. ഒരു കുടുംബനാഥൻ എന്ന നിലക്ക് പടച്ചവനെ എൻ്റെ കുടുംബത്തെ നീ നിർഭയമാക്കണമേ. ഒരു സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലക്ക് അയാൾക്കുള്ള പ്രാർത്ഥന, പടച്ചോനെ എൻ്റെ സമൂഹത്തിന് നീ നിർഭയത്വം നൽകണമേ. ഒരു രാജ്യവും ലോകവും ഒക്കെ അങ്ങനെയാണ് ആവേണ്ടത്. പക്ഷേ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക ഇല്ല എന്ന് മാത്രമല്ല, നേർവിപരീതങ്ങളാണ് പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആരിലൂടെയാണോ നിർഭയത്വം ഉണ്ടാവേണ്ടത്, ആരിലൂടെയാണോ ഈ നിർഭയത്വം നാം കൊതിക്കുന്നത്, അവരിൽ നിന്ന് തന്നെ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ യഥാർത്ഥത്തിൽ മനുഷ്യനുണ്ട് എന്നതാണ്. അത് ഗൗരവവുമാണ്. ആ രീതിയിൽ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എവിടെയാണ്, എന്നെക്കൊണ്ട് ആർക്കൊക്കെയാണ് ഉപദ്രവവും പ്രയാസവും ഉണ്ടാകുന്നത്. ഒരു പ്രകൃതിയുടെ പ്രക്ഷോഭങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ എൻ്റെ കൈകടത്തലുകൾ കാരണം എന്തൊക്കെ ഉണ്ടാകുന്നു. ഒരു കുടുംബത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിൽ എൻ്റെ റോൾ എന്തായിരുന്നു. ഒരു സമൂഹത്തിൽ, സംഘടനയിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ അതിനെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാം. അപ്പം എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട പല ഘട്ടങ്ങളും ഈ വിഷയമായിട്ടുണ്ട്. ഒന്ന് ഗൗരവമാണ്. എന്നാൽ ഒരാൾ പ്രയാസപ്പെടുന്നത്, എന്നെക്കൊണ്ടൊരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, എന്നെക്കൊണ്ടൊരാൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ, അതിന് ഞാൻ കണക്ക് പറയേണ്ടി വരും എന്ന ചിന്ത യഥാർത്ഥത്തിൽ മനുഷ്യന് ഉണ്ടാകുമ്പോഴാണ് ഈ നാട് മുഴുവൻ സ്വസ്ഥമാകുന്നത്, ശാന്തമാകുന്നത് എന്നതാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. വിശുദ്ധ ഖുർആന്റെ ഒരു പ്രഖ്യാപനമാണ്. അള്ളാഹു ഒരു സമൂഹത്തെ മാറ്റൂല, ആ സമൂഹത്തിലുള്ള വ്യക്തി മാറാത്തിടത്തോളം കാലം എന്നതാണ്. ഒരു വ്യക്തിക്ക് എന്ത് റോളുണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു സമൂഹത്തിൻ്റെ സമാധാനമായ സന്തുലിതത്വത്തിന്, സമാധാനമായ നിലനിൽപ്പിന് ആ നാട്ടിലുള്ള സമൂഹത്തിലെ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോഴാണ്, ഞാൻ അതിനു വേണ്ടി പണിയെടുക്കുമ്പോഴാണ്, ഞാൻ അതിന് എതിരെ നീങ്ങുന്ന അവസ്ഥയിൽ നിന്ന് പിന്മാറുമ്പോഴാണ് എന്ന് നാം മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ, നിർഭയത്വത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മളുടെ റോൾ എന്ത് എന്ന് വിശ്വാസിക്ക് ഒരു കൃത്യമായ ധാരണയുണ്ടാവണം എന്നതാണ്. ഒരു മനുഷ്യൻ അസ്വസ്ഥനാകുന്ന പല ഘട്ടങ്ങളുമുണ്ട്, പല ഘടകങ്ങളുമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെഫിനിഷൻ, ഒരു വിശദീകരണം കൊടുക്കുകയാണ്. ഒരാളുടെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ സമാധാനമുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെക്കുറിച്ച് പരിശോധിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇത്രയും കാലം അനുഭവിച്ച സുഖത്തിൻ്റെ, ശാന്തതയുടെ, സ്വസ്ഥതയുടെ ഒക്കെ അളവുകോല് വെച്ചുകൊണ്ടാണ്. പലപ്പോഴും നമുക്ക് ചുറ്റുമുണ്ടാകുന്ന പല പ്രതിസന്ധികളൊന്നും നമ്മുടെ വിഷയത്തിൽ അത്ര ഒരു വലിയ പ്രതിസന്ധിയായിട്ട് മാറാറുമില്ല. നേരെ മറിച്ച് നമുക്ക് ചെറിയതായ ഒന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത,
ഇതൊക്കെ നമ്മൾ വെച്ച് വിലയിരുത്തുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന് ഒരു വിശദീകരണം തരുന്നത്. അവിടെയാണ് നമുക്ക് എത്രത്തോളം സമാധാനത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നത്. പ്രവാചകൻ പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിന ഫീ സറബിഹി. ഒരു മനുഷ്യൻ അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ അവന് ശാന്തതയുണ്ട്, സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. അവൻ്റെ കുടുംബം, അവൻ്റെ കച്ചവടം, അവൻ്റെ മറ്റു കാര്യങ്ങൾ ഒക്കെ വലിയ പരിക്കും പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നല്ല സാമൂഹിക അന്തരീക്ഷം ഒരു മനുഷ്യനുണ്ട്. മുആഫി ഫീ ജസദിഹി. അവൻ്റെ ശരീരത്തിന് വലിയ പരിക്കും വലിയ രോഗമോ വലിയ പ്രതിസന്ധിയൊന്നുമില്ല, ഒരു വലിയ പ്രയാസമൊന്നുമില്ലാതെ അവൻ്റെ ശാരീരികമായ അവസ്ഥകളൊക്കെ അവന് നിലനിന്ന് പോകുന്നുണ്ട്. ഇൻദഹു ഖൂതു യൗമിഹി. അവൻ്റെ അടുക്കൽ അന്ന് തിന്നാനുള്ള ഭക്ഷണവുമുണ്ട് എങ്കിൽ അവനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയവനെ പോലെയാണ് അവൻ എന്നതാണ്. നോക്കൂ നിങ്ങൾ, ആ ഒരു വിശദീകരണത്തിലേക്ക്, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വരുന്നുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല. നമുക്കൊരുപാട് കിട്ടിയിരുന്നു, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് നമ്മൾ നേടിയിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇല്ല അസ്വസ്ഥനാവുന്ന ഒരു മാനസികാവസ്ഥ പലപ്പോഴും നമ്മളെ പിടികൂടുന്നുണ്ട് എന്നത് ഒരു ഗൗരവമായ വിഷയമാണ്. അവിടെയാണ് നാം നമ്മെ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ എത്രത്തോളം പ്രതിസന്ധികളിലൂടെ ലോകം കടന്നു പോകുന്നുണ്ട്, ആ പ്രതിസന്ധിയുടെ ഒരു ഭാഗം പോലും നമ്മൾ എത്താത്തിടത്തോളം കാലം നമ്മൾ അങ്ങനെ എത്തുന്നുമില്ല. എന്നാൽ നമ്മൾ ഒരുപാട് വെപ്രാളത്തിലും പ്രയാസത്തിലും ബേജാറിലുമൊക്കെ ജീവിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ അവസ്ഥകളെ നാം പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അത് മനുഷ്യൻ്റെ ഒരു രീതിയാണ്. സ്വാഭാവികമായും നമ്മളെ വിലയിരുത്തുമ്പോഴും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യൻ്റെ ഒരു സ്വഭാവം അതിങ്ങനെയാണ്. അള്ളാഹു അവനെ ആദരിച്ചു, അവനെ ബഹുമാനിച്ചു, അവൻ ഒരുപാട് സൗകര്യങ്ങളും സമാധാനവും ഒക്കെ നൽകി. അവൻ്റെ കുടുംബജീവിതത്തിൽ, അവൻ്റെ കച്ചവടത്തിൽ, അവൻ്റെ സമാധാന അന്തരീക്ഷത്തിലൊക്കെ അവൻ ആ രീതിയിൽ പടച്ചവൻ ഒരു വലിയ പരിക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ നമ്മുടെ ചുറ്റുവട്ടം നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ഞാൻ എത്രത്തോളം നിർഭയനായി, ഞാൻ എത്രത്തോളം ശാന്തനായി, ഞാൻ എത്രത്തോളം ഒരു വലിയ പരീക്ഷണങ്ങളോ പീഡനങ്ങളോ ഒന്നും അനുഭവിക്കാതെ ഞാനിങ്ങനെ എൻ്റെ കുടുംബവുമായി ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുന്നു. അത് അള്ളാഹു തന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. ആ ഒരു അനുഗ്രഹം, ആ രണ്ടാമത്തെ ഭാഗം പടച്ചോൻ അപ്പം തന്നെ പറയുകയാണ്. അമ്മ ഇതാ മബ്തൽ, അവൻ അക്രമൻ, പടച്ചോൻ എന്നെ ആദരിച്ചു, പടച്ചോൻ എനിക്ക് സ്വസ്ഥത തന്നു, പടച്ചോൻ എന്നെ ബഹുമാനിച്ചു എന്ന് ഞാൻ പറയുകയും ഞാൻ ആ രീതിയിലൊക്കെ പടച്ചോനോട് നന്ദി കാണിക്കുകയും ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ നന്ദി കൂടുതൽ കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു, ചിലപ്പോൾ പടച്ചോനെ മറക്കുകയും ചെയ്യുന്നുണ്ട് എന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ പറയുന്ന വാക്യം ഫഅമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. ഇതാ മനുഷ്യന് ഇപ്പോൾ നമ്മളൊക്കെ എത്തിപ്പെടാറുള്ള മേഖലകൾ അങ്ങനെയായിരിക്കും. അല്പമൊന്ന് പടച്ചോൻ പിടിച്ചു വച്ചാലോ, അല്പമൊന്ന് പടച്ചോൻ ഒരു രോഗം കൊണ്ട് പരീക്ഷിച്ചാലോ, അല്പമൊന്ന് നമ്മുടെ കച്ചവടമോ നമ്മുടെ മറ്റു സംവിധാനങ്ങൾക്കോ ഒരു കുറവ് പറ്റിയാലോ അവൻ വെപ്രാളപ്പെടുകയാണ്, ബേജാറാവുകയാണ്. അഹാനൻ, അവൻ നിന്ദ്യനാവെങ്കിൽ അവൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടാത്ത അവസ്ഥകൾ, വല്ലാത്ത പടച്ച തമ്പുരാനെ കുറിച്ച് നല്ലതല്ലാത്ത ചിന്ത വെച്ച് പുലർത്തുന്ന, എന്തിനാ പടച്ചോനെ എനിക്ക് ഈ പരീക്ഷണം, ഒരു രോഗം വന്നപ്പോഴേക്ക്, ഒന്ന് കഷ്ടപ്പെട്ടപ്പോഴേക്ക്, ഒന്ന് വലിയ ചെറിയൊരു പ്രതിസന്ധി വന്നപ്പോഴേക്ക്, അതല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന, ഉണ്ടായിക്കൊണ്ടിരുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അല്പം കുറവ് വന്നപ്പോഴേക്കും നമ്മുടെ മനസ്സിൻ്റെ ചാഞ്ചാട്ടത്തെക്കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ശരിക്കും നമ്മളെ വിലയിരുത്തുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ? ഞാനും നിങ്ങളൊക്കെ അങ്ങനെ ആയി പോകുന്നില്ലേ? പലപ്പോഴും ചെറുത് സഹിക്കാൻ പറ്റുന്നുണ്ടോ? വലുതൊക്കെ നമ്മുടെ ചുറ്റുവട്ടം ഉണ്ടാകുമ്പോൾ നമുക്കല്ലല്ലോ, നമ്മുടെ നാട്ടിലല്ലല്ലോ, അത് ഇന്ന നാടുകളിലോ അല്ലെങ്കിൽ ഇന്ന ആളുകൾക്കോ ഒക്കെ അല്ലേ. പ്രകൃതി ദുരന്തമാവട്ടെ, മറ്റു പലതാവട്ടെ, എന്താവട്ടെ. പക്ഷെ അവിടെ നമുക്ക് നമ്മളേതായി വരുമ്പോൾ നമ്മുടെ അവസ്ഥകളെ, അസ്വസ്ഥതകളെ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നുണ്ട് എന്നത് നാം ഗൗരവമായി കാണേണ്ടതാണ്. മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് വദ്കുറു ഇദ് അൻതും ഖലീലും മുസ്തദ്അഫൂന ഫിൽ അർദ്. നിങ്ങളെ പടച്ച തമ്പുരാൻ ദുർബലരായി ഒരുപാട് പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ നിങ്ങളെ പടച്ച തമ്പുരാൻ രക്ഷിച്ചതും സമാധാനം നൽകിയതും നിങ്ങൾക്ക് നിർഭയത്വം നൽകിയതും നിങ്ങൾക്ക് സുരക്ഷ നൽകിയതും ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നത് എന്നോടാണ്, നിങ്ങളോടാണ്, നമ്മളോടാണ്. പക്ഷെ നമുക്കൊന്നും അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയതൊന്നും ഉണ്ടാവില്ല പലപ്പോഴും. പക്ഷേ
ഒന്നുകൂടെ മുന്നോട്ട് പോകണം. അവിടെയാണ് ചരിത്രത്തിൻ്റെ പ്രസക്തി വരുന്നത്. നമ്മുടെ മുൻഗാമികൾ, പ്രവാചകന്മാർ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അവിടെ നിന്ന് തുടങ്ങി നാടിൻ്റെ മുൻനിരക്കാരായ നമ്മുടെയൊക്കെ മുൻഗാമികൾ, ഇവരൊക്കെ നടന്നു വന്ന പാതകളെ എന്തിനാ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നതും പറയുന്നതും നമ്മുടെ മക്കളോടൊക്കെ അത് പങ്കുവെക്കുന്നതും നമ്മുടെ ആ ചരിത്രത്തിലൂടെ എങ്ങനെ കടന്നു പോകുന്നതും എന്തിനാ? ഇതൊന്നും ആ ചരിത്രമായി അവരൊക്കെ അങ്ങനെ ആയിരുന്നു, അവർക്കൊക്കെ അന്നത്തെ അവസ്ഥ അത്രയേ ഉള്ളൂ, അതുകൊണ്ട് അവർക്ക് അത് അനുഭവിക്കാൻ അങ്ങനെയല്ല. മറിച്ച് അവരൊക്കെ കടന്നു വരികയും അവരൊക്കെ അനുഭവിച്ച ത്യാഗത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, പ്രതിസന്ധിയുടെ ആ മുൾമുനയിൽ ജീവിച്ച അവരെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഒരുപാട് പ്രയാസത്തിലായിരുന്നു, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയതാ, സുഖം തന്നതാ, സമാധാനത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോയതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഉപജീവനവും മറ്റുമൊക്കെ എന്തിനാ അറിയോ? ലഅല്ലക്കും തഷ്കുറൂൻ. ഇതാ പറയുന്നത്, ലഅല്ലക്കും തഷ്കുറൂൻ. നന്ദി കാണിക്കാൻ വേണ്ടിയാ. നോക്കൂ, നിങ്ങൾ ഈ ആയത്ത് ഓതുന്ന ഞാൻ എന്ത് നന്ദിയാണ് ആ പടച്ചവനോട് കാണിക്കുന്നത്? ഞാൻ ഇന്ന് എത്തപ്പെട്ട ഈ മേഖലയിൽ, ഇന്നിപ്പോൾ ശാന്തമായി ഈ പള്ളിയിൽ സ്വസ്ഥമായി ഇരുന്ന് ഇത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചതിൻ്റെ, നമുക്ക് കിട്ടിയതിൻ്റെ മുൻ തലമുറകൾ അവരിത് അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അവരിത് നമുക്ക് എത്തിച്ചു തന്നതിൻ്റെ ത്യാഗത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നമ്മളോട് ലഅല്ലക്കും തഷ്കുറൂൻ, നന്ദി കാണിക്കണമെന്ന് പറയുന്നത്. ഒരു 5 വക്ത് നമസ്കാരമാണ് നമ്മുടെ നന്ദി. അതിൻ്റെയൊക്കെ അവസ്ഥ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിലപ്പുറം എന്ത് നന്ദിയാണ് ഞാൻ കാണിക്കുന്നത് എന്ന് എന്നോട് ഞാൻ ചോദിക്കേണ്ടതുണ്ട്. പടച്ച തമ്പുരാനോടൊന്ന് സുജൂദിൽ കിടന്ന് പടച്ച തമ്പുരാനോട് കാര്യമായിട്ടൊന്ന് ചോദിക്കാൻ, പടച്ചോനെ, എനിക്ക് നീ തന്ന ആരോഗ്യം, എനിക്ക് നീ തന്ന സമ്പത്ത്, എനിക്ക് നീ തന്ന ഈ സ്വസ്ഥത, എനിക്ക് നീ തന്ന ഈ ദീൻ, എനിക്ക് നീ തന്ന ഈ അവസ്ഥകളൊക്കെ പടച്ചോനെ, ഇതിൻ്റെ മുൻഗാമികൾ, എൻ്റെ പിതാക്കൾ, പ്രപിതാക്കൾ, എൻ്റെ പ്രവാചകന്മാർ, ഇവരൊന്നും അനുഭവിച്ചിട്ടില്ല. അവരൊന്നും അനുഭവിക്കാത്തതിൻ്റെ ഏറ്റവും വലിയത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് എണീക്കാൻ കഴിയുന്നില്ല പായയിൽ നിന്ന്. ഞാൻ സുഖത്തില, സുഭിക്ഷതയില്ല, ശാന്തതയില്ല. കാരണം ഒന്ന് എണീറ്റ് ഒന്ന് നമസ്കരിക്കും. പറയാൻ കഴിയുന്നുണ്ടോ നമുക്ക്? വിരിപ്പിൽ നിന്നൊന്ന് വിറച്ചിട്ട് എണീക്കാൻ, ഞെട്ടി എണീക്കാൻ, ആ പടച്ചവനോടുള്ള ഭയവും പടച്ചവനിലുള്ള പ്രതീക്ഷയും വെച്ചുകൊണ്ട് ഇല്ല, എണീക്കാൻ കഴിയുന്നില്ല. കാരണം സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു, രാത്രി വൈകി ഉറങ്ങി, എന്നിട്ടോ സുബൈയൊന്നുമില്ല, അതിനു മുമ്പ് തഹജ്ജുദ് പോട്ടെ, സുബൈ പോലുമില്ല. എന്നിട്ടോ തോന്നുമ്പോൾ എണീക്കുന്നു. പേടിയുമില്ല, ഭയവുമില്ല, സ്നേഹവുമില്ല, ഇഷ്ടവുമില്ല, നന്ദിയുമില്ല. ഇത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവത്തെക്കുറിച്ച്, നമ്മൾ ഇന്ന് എത്തിപ്പെട്ട മേഖലയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെയാണോ നമ്മളുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്, നമ്മെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഒരു പൊടുന്നനെ ഒരു രോഗം വരുമ്പോൾ നമ്മളാകെ താറുമാറാകും, താളം തെറ്റും, നമ്മൾ അസ്വസ്ഥരാകും. കാരണം അതുവരേക്കും ജീവിച്ചതൊക്കെ നമ്മൾ മറന്നു പോകും. പിന്നെ പരീക്ഷണങ്ങളാ, പിന്നെ നമ്മൾ പരാതികളാണ്. അപ്പോൾ നമ്മൾ സുജൂദ് ചെയ്യാനും ഒരുപാട് ഇരിക്കാനും ഒക്കെ നമ്മൾ സമയം അല്ല. അതാണ് റസൂൽ പറഞ്ഞത്, ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ, സ്വസ്ഥതയുള്ളപ്പോൾ, ശാന്തതയുള്ളപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ദിക്റും ശുക്റും നന്ദിയും പ്രവർത്തനവും ഇബാദത്തുകളും നമസ്കാരവും ഖുർആൻ പാരായണവും നിങ്ങൾ ഈ പള്ളിയോട് കാണിക്കുന്ന മഹത്തരവും ഉണ്ടല്ലോ, അതിനാ പ്രസക്തി. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അങ്ങേയറ്റത്തെ നന്ദിയുള്ളവരാണ് എന്ന് പറയാനാ. ആ രീതിയിൽ പടച്ചോനോട് ഏത് പ്രതിസന്ധികൾ എവിടെയൊക്കെ വലയം ചെയ്താലും എന്തൊക്കെ സംഭവിച്ചാലും, ഇല്ല പടച്ചോനെ, അതൊക്കെ തരണം ചെയ്യാനും അതൊക്കെ ഉൾക്കൊള്ളാനും ക്ഷമിക്കാനും നീ തന്ന അനുഗ്രഹത്തെ ഓർത്തോർത്ത് നന്ദി പറയാനും, ഇനി പരീക്ഷണങ്ങളാണോ ക്ഷമയോടെ നിന്നോട് വീണ്ടും വീണ്ടും അടുക്കാനുമുള്ള ഒരു മനസ്സ് നീ എനിക്ക് തരണം റബ്ബേ എന്ന പ്രാർത്ഥനയാണ് ഇത്തരം ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാവേണ്ടത്. ആ രീതിയിൽ തന്നെ കുടുംബസമേതം മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് പടച്ച തമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. അള്ളാഹു ഒരു ഉദാഹരണം പറയുക, ലറബല്ലാഹു മസലൻ ഖറിയ, ഒരു നാടിൻ്റെ ഉദാഹരണമാണ്.
ആ നാടിൻ്റെ ഉദാഹരണം കാനത്ത് ആമിനത്തൻ മുത്മഇന്ന, അത് ശാന്തമുള്ള സ്വസ്ഥതയുള്ള നാടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. യഅ്തിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മക്കാൻ, എല്ലാ വഴിക്കും അവിടുത്തെ ഉപജീവനങ്ങളൊക്കെ ശാന്തമായിരുന്നു, വിശാലമായിരുന്നു. ഭക്ഷണത്തിന് ഭക്ഷണം, സമാധാനവും വീടും സൗകര്യവും ഒക്കെ ഉണ്ട്, എല്ലാമുള്ള ഒരു നാടിനെ ഉദാഹരണം പറയാം. അങ്ങനത്തെ സ്വസ്ഥമുള്ള ശാന്തതയുള്ള എല്ലാം അനുഭവിക്കുന്ന ഒരു നാടിനെ കുറിച്ച്. പക്ഷേ ഫകഫറത് ബി അൻഉമില്ലാഹ്, അള്ളാൻ്റെ ആ അനുഗ്രഹത്തെ ഒന്ന് പുല്ല് വില കൽപ്പിച്ചു ആളുകൾ. അതിന് വലിയ വിലയൊന്നുമില്ല, അതിങ്ങനെ കിട്ടും, കാരണം വ്യാപാരം അല്ലെങ്കിൽ നാട് അങ്ങനെയാണ്. ഇപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ വേറെ നാട്ടിലൊന്നും അല്ലല്ലോ. നമ്മൾ ഈ നാട് അത്ര ശാന്തതയുള്ള സമാധാനമുള്ള നാടാണല്ലോ. അതുകൊണ്ട് ഇവിടെ അത്ര വലിയ പരിക്കും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഞങ്ങൾ അനുഭവിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഒന്നുമില്ല. അതങ്ങനെ ഒരു മനുഷ്യൻ ശരാശരി ജീവിതം നടത്തി, നന്ദിയില്ലാത്ത ജീവിതം നടത്തി എന്നതാണ്. അപ്പോഴാ പടച്ചോൻ പിടിക്കുക, അള്ളാഹ് പിടികൂടുക. അങ്ങനെ ആ ടീമിനെ, ആ നാടിനെ അള്ളാഹ് പിടികൂടി. ലിബാസൽ ജുഅ, പട്ടിണിയുടെ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട്, പട്ടിണിക്കിട്ടുകൊണ്ട്. വൽ ഖൗഫ്, ഭയപ്പാട്. ബിമാ കാനൂ യസ്നഊൻ, അവരുടെ ആ പ്രവർത്തനം കാരണം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത് അത്തരമൊരു സമാധാനത്തിലാണ്, ഒരു നാട്ടിലാണ്. നമ്മളൊക്കെ ഈ നാടിൻ്റെ സുഖവും സമാധാനവും ശാന്തിയും ഒക്കെ അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിലയൊന്നും ഇതിന് കൊടുക്കേണ്ടതില്ല, നമ്മളങ്ങനെ അതങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അവിടെയാണ് പടച്ചോൻ പിടികൂടുക എന്നത് നാം ഭയപ്പെടേണ്ടതുണ്ട്. അവിടെ അള്ളാഹു പലതായ വഴിയിലൂടെ നമ്മളെ പരീക്ഷിക്കുമെന്നതാണ്. പക്ഷേ അതിൽ വിശ്വാസിക്ക് ഉള്ള റോൾ എന്താ? ഇല്ല റബ്ബേ, അതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഇടയിൽ ജീവിച്ചപ്പോഴും നിന്നെ ഓർത്തും നന്ദിയും കാണിച്ചല്ലാതെ ഞാൻ ജീവിച്ചിട്ടില്ല എന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ ഭൗതികമായ ജീവിതത്തിൻ്റെ ഈ പല പരീക്ഷണങ്ങളാണോ യഥാർത്ഥത്തിൽ നമ്മെ അലട്ടേണ്ട പ്രധാനപ്പെട്ട വിഷയം? നിർഭയത്വം എന്നത് അവിടെയാണോ നമുക്കുണ്ടാവേണ്ടത്? അത് നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. അല്ല, ഇതൊക്കെ സ്വാഭാവികമാണ്, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അതൊക്കെ അനുഭവിക്കും. പക്ഷെ അതൊന്നുമല്ല. നാളെ മരണപ്പെട്ടു പോകുമ്പോൾ എൻ്റെ വിശ്വാസത്തിൽ വല്ല പാളിച്ചയും സംഭവിക്കുന്നുണ്ടോ? പട്ടിണി കിടന്നോ എന്നതല്ല വിഷയം, ഭയപ്പാടുകൾ ഉണ്ടായോ എന്നതല്ല വിഷയം, ഒരു നാടിന് നിർഭയത്വമില്ലാതെ പോയോ ഒന്നുമല്ല വിഷയം. ഇതൊക്കെ ഉണ്ടാകുമെന്ന് അള്ളാഹ് പല പ്രാവശ്യമായി വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചും പ്രവാചകന്മാരുടെ ചരിത്രം നമ്മെ പഠിപ്പിച്ചതുമാണ്. അതൊന്നുമല്ല വിഷയം. യഥാർത്ഥത്തിലുള്ള വിഷയം എന്താ? നാളെ കണ്ണ് ചിമ്പുന്ന സന്ദർഭത്തിൽ, മരണപ്പെടുന്ന സന്ദർഭത്തിൽ പടച്ച തമ്പുരാന്റെ വിളി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ആ റബ്ബിനെ കണ്ടുമുട്ടാൻ പാകത്തിലുള്ള വിശ്വാസം എനിക്കുണ്ടായിട്ടുണ്ടോ എന്നത്. ഖുർആൻ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹ് പോരെ എൻ്റെ അടിമക്ക് എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പോരെ? നിങ്ങൾക്കിതൊക്കെ ഉണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങൾ പലതും തേടി, പലയിടത്തും നിങ്ങൾ രക്ഷപ്പെടാൻ പല വഴികളും നിങ്ങൾ നോക്കും, അതൊക്കെ ഉണ്ട്. ശരി, അത് നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പ്രവർത്തനവുമാണ്, നിങ്ങൾ ചെയ്യേണ്ടതുമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ മുകളിൽ ഞാനുണ്ട് എന്ന ബോധം നിങ്ങൾക്കുണ്ടായിരുന്നോ? അള്ളാഹ് പോരെ എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ്. ആ പടച്ച തമ്പുരാനെ എൻ്റെ എല്ലാമാണെന്ന് പറയാൻ, ആ പടച്ച തമ്പുരാനിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, റഹ്മാനെ നിന്നിൽ ബരമേൽപ്പിക്കുന്നു, ലോകമൊന്നടങ്കം എനിക്കെതിരായാലും ഇല്ല, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ എന്ന എൻ്റെ പ്രവാചകന്മാർ അവരവരുടെ പ്രതിസന്ധിയുടെ നടുക്കഴത്തിൽ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിച്ചതും തേടിയതും അവർക്ക് ധൈര്യം കിട്ടിയതും ഈ ഒരൊറ്റ വാക്കിന്റെ മുകളിലാണ്. അവരെല്ലാ നിലക്കും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ പരീക്ഷിക്കപ്പെട്ട ഘട്ടങ്ങളിലൊക്കെയും അവർ പറഞ്ഞ വാക്ക് അതൊന്ന് മാത്രമാണ്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട്, വനിഅമൽ വകീൽ, അവന് ഞങ്ങൾ വരമേൽപ്പിക്കും, അതുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ ആർക്കും കഴിയില്ല, ഞങ്ങൾ പ്രയാസത്തിലാക്കാൻ ആർക്കും കഴിയില്ല, ഏത് പ്രതിസന്ധിയിൽ കടന്നു പോയാലും ഇല്ല, ഞങ്ങൾ തളരില്ല. ഈ ഒരു ഹസ്ബുനല്ലാഹ് എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ഇത് അവസാനത്തിലാണ് പ്രധാനമായി ഉണ്ടാവേണ്ടത്. പലപ്പോഴും നമ്മളൊക്കെ വിശ്വാസികളാണ്, വിശ്വാസി തറവാട്ടുകാരാണ്, വിശ്വാസത്തിൻ്റെ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹു റസൂലിൻ്റെ കാലത്ത് പോലും അവസാനത്തിൽ ആത്മഹത്യ ചെയ്ത ചരിത്രമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം അവസാനം ഒരു വിശ്വാസി പ്രഭാതത്തിൽ വിശ്വാസിയും അവൻ വൈകുന്നേരത്തിൽ അവിശ്വാസിയായും ചിലപ്പോൾ ആവും എന്നത്. നമ്മുടെ ആക്കിബത്ത്, പര്യവസാനം, അത് നിർഭയത്വമുള്ളതാവുന്നു. ഇത് പരിശോധിക്കേണ്ടതുണ്ട്. മരണവേളയിൽ ഈ ഈമാനും കൊണ്ട് മരിക്കാൻ നമുക്ക് കഴിയുമോ?
എത്ര നമസ്കാരക്കാരും എത്ര ഹജ്ജ് കർമ്മം ചെയ്തവരും എത്ര ഉംറ ചെയ്തവരും എത്ര ധർമ്മം ചെയ്തവരും ഒക്കെ ചിലപ്പോൾ പടിയിറങ്ങുന്ന സന്ദർഭത്തിൽ അവരുടെ കാലുകൾക്ക് പതർച്ച സംഭവിക്കുന്നു എന്നത് ഒരുപാട് അപകടം പിടിച്ച ഒന്നാണ്. അവിടെ നിർഭയരാവാൻ കഴിയുന്നുണ്ടോ എന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഇതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം. എൻ്റെ പ്രശ്നം നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ തൃപ്തിയോടെ അവൻ്റെ മുഖം കണ്ട് അവനെ ദർശിച്ച് ആ സ്വർഗത്തിലെ ഏറ്റവും സുരക്ഷിതമായ ആ കേന്ദ്രത്തിൽ എത്തിപ്പെടാൻ എനിക്ക് കഴിയുന്ന പണി ഞാൻ ഈ ദുനിയാവിലെ പ്രതിസന്ധികൾക്കിടയിൽ ചെയ്യുന്നുണ്ടോ എന്ന പരിശോധന നമ്മൾ നിർവഹിക്കേണ്ടതാണ്. ഇത് എനിക്ക് വേണ്ടി ഞാൻ മാത്രം ചെയ്താലേ അതിന് പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ എന്ന ഗൗരവം നാം മനസ്സിലാക്കുക. സർവശക്തൻ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ മേഖലകളിൽ, അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക, ശാരീരിക, മാനസികമായ ജീവിത പ്രക്രിയകളിൽ, നമ്മുടെ കുടുംബങ്ങളുടെ പ്രക്രിയകളിൽ നമുക്കൊക്കെ നേതൃത്വം നൽകുന്ന പല മേഖലകളിലും, നമ്മളൊക്കെ ഇടപെടുന്ന മേഖലകളിലൊക്കെ ഈ പറഞ്ഞ എല്ലാ നിലക്കുമുള്ള സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ കടുത്ത പരീക്ഷണങ്ങളെ തൊട്ടും അവൻ നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ തൊട്ടും അവൻ നമ്മെ രക്ഷിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല തരത്തിൽ പരീക്ഷണങ്ങളിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അർഹമുറാഹിമായ അള്ളാഹുവേ, നിൻ്റെ കാരുണ്യം അവരിൽ നീ വർഷിപ്പിക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളിൽ തന്നെ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ, രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്നവർ, ഞങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഇണകൾ, തുണകൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, മക്കൾ, ഇങ്ങനെ തുടങ്ങി പലരിലും പലതായ പ്രയാസങ്ങളുണ്ട്. അർഹമുറാഹിമായ അള്ളാഹ്, നിൻ്റെ കാരുണ്യം കൊണ്ട് അവർക്കൊക്കെയും സ്വസ്ഥമായ, ആരോഗ്യമുള്ള, സമാധാനമുള്ള, ഈമാനുള്ള ജീവിതം നൽകി നീ അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ഈ ലോകത്ത് വിശ്വാസികളായി ജീവിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. റഹ്മാനെ, ആ പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات للأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله.